മണിക്കൂർ വരെയുള്ള മൗനം, അതിനുശേഷമുള്ള എന്താ പറയുക മറുപടി അല്ലെങ്കിൽ മെഴുകുക, അതിനുശേഷം മെഴുകുക, പിന്നീട് രാജി, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണെന്നുള്ള കുമ്പസാരം, ഇതൊക്കെ നടക്കുമ്പോഴും കൂടെ ഉണ്ടായിരുന്ന, ഒപ്പം എല്ലാത്തിനും കൂട്ടുനിന്ന, എല്ലാം അറിയാവുന്ന ഒരാൾ ഇപ്പോഴും മിസ്സിംഗ് ആണ്, ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ മാധ്യമങ്ങളുടെ മുന്നിലും ജനങ്ങളുടെ മുന്നിലും ഉത്തരം പറയാതെ എത്ര നാളിങ്ങനെ മുങ്ങി നടക്കും? ഇത് വലിയ ചർച്ച ഒന്ന് അവസാനിക്കുന്നവരെ മുങ്ങി നടക്കും. എന്താ പറയാനാ, ഇത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അടുത്തൊരു കേസ് കിട്ടുമ്പം അതിന്റെ പുറകെ അങ്ങ് വെക്കോളൂ, ഇതങ്ങ് വിട്ടോളൂ. അത് ഷാഫിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതുവരെ ഷാഫിക്കിന് ബീഹാർ ഇലക്ഷൻ പറഞ്ഞിട്ട് അങ്ങോട്ട് മാറിയാൽ മതി. അതെ, ഇതിൽ ശരിക്ക് ഷാഫിക്കെതിരെ കോൺഗ്രസിനകത്ത് വലിയൊരു പടയൊരുക്കം നടക്കുന്നുണ്ട്. അത് ഷാഫിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഈ ഷാഫിയും രാഹുൽ മാങ്കൂട്ടും ദാസനും വിജയനുമാണ് എന്നുള്ളത് കോൺഗ്രസിനകത്ത് എല്ലാവരും സംസാരിക്കുന്നൊരു കാര്യമാണ്. ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയുന്ന സമയത്ത് രാഹുലിനെ ഏൽപ്പിക്കുന്നു. പിന്നെ അതേപോലെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ പ്രതിനിധി സ്ഥാനം ഒഴിയുന്ന സമയത്ത് അതും രാഹുലിന് കൊടുക്കുന്നു. അപ്പോൾ ഷാഫിയുടെ പിൻഗാമിയാണ് രാഹുൽ എന്ന ഒരു നിഗമനം അല്ലെങ്കിൽ ആ ഒരു ചർച്ച കോൺഗ്രസിനകത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സംസ്ഥാന അധ്യക്ഷ പദവി കിട്ടാൻ വേണ്ടിയിട്ട് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി എന്നുള്ളത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ചർച്ച വന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ആ വ്യാജ തിരിച്ചറിയൽ കാർഡിൽ പലപ്പോഴും പല തിരിച്ചറിയൽ കാർഡിൽ DYFI നേതാക്കളുടെ ഫോട്ടോയും പേര് വരെ വന്നിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിൽ വാർത്തയും വന്നിട്ടുണ്ട്. ആ തിരിച്ചറിയൽ കാർഡിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ കൃത്യമായിട്ടുള്ള പിന്തുണയോടുകൂടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം സംസ്ഥാന അധ്യക്ഷനാകുന്നത്. പിന്നീട് ഷാഫി പറമ്പിൽ വടകരയ്ക്ക് ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ പോകുന്ന ഘട്ടത്തിൽ ഇനി ആരാണ് അവിടുത്തെ നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നത് എന്ന ചർച്ച കോൺഗ്രസ്സിൽ വന്നപ്പം ഏറ്റവും ആദ്യം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയുന്നത് ഷാഫി പറമ്പിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ആരാണോ അവിടെ മത്സരിച്ച് നിന്നിരുന്ന ഒരാൾ, അയാളുടെ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. പാർട്ടിയുടെ അഭിപ്രായത്തിനപ്പുറത്തേക്ക് ആരാണോ ആ സ്ഥാനത്തുണ്ടായിരുന്നത് അവരുടെ അഭിപ്രായത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ടാണ് ഈ കോൺഗ്രസ്സിൽ പാലക്കാട് നിന്നുള്ള പല നേതാക്കന്മാരെ ഒഴിവാക്കിയിട്ട് പത്തനംതിട്ടക്കാരനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ മത്സരിപ്പിക്കാൻ അവർ തയ്യാറായത്. ഈ ഒരു ഘട്ടത്തിൽ സരിൻ ഉൾപ്പെടെയുള്ള പല കോൺഗ്രസിൻ്റെ പഴയകാല നേതാക്കന്മാർ, അതായത് വർഷങ്ങളായിട്ട് പാലക്കാട് പ്രവർത്തിച്ചിട്ടുള്ള പല നേതാക്കന്മാരും പാർട്ടി വിട്ടുപോവുകയും പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തുമായിട്ട് ഇതിനെതിരെ ശക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഷാഫിയുടെ പിൻഗാമിയായിട്ട് പാലക്കാട് കൊണ്ടുവന്നിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ ഒരു സ്വഭാവ ദൂഷ്യം കാണിച്ചു എന്നതിൻ്റെ പേരിൽ ആ പാലക്കാടുള്ള മുഴുവൻ കോൺഗ്രസ്സുകാർക്കും അത് അപമാനമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ചർച്ച. അതുകൊണ്ട് തന്നെ ഷാഫിക്കെതിരെ, ഷാഫി അന്നത്തെ ഷാഫി അല്ല ഇപ്പോൾ ഷാഫി മറ്റേ KPCCയുടെ വൈസ് പ്രസിഡൻ്റാണ്. അന്ന് അത്ര വലിയ ചുമതലകളില്ല. പക്ഷേ ഇപ്പം അത്ര വലിയ ചുമതലകളുള്ള ഘട്ടത്തിൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റായ സമീപനം ഉണ്ടായി എന്ന് കോൺഗ്രസിനകത്തെ ചില വനിതകൾ ഈ പറഞ്ഞ ഷാഫി പറമ്പിലിനെ നേരിട്ട് കണ്ട് സംസാരിച്ച് ഇത് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വാർത്ത. പക്ഷേ ഇവരാരും രേഖാമൂലം പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇവർക്ക് പിടിവള്ളിയായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഒരു പരാതി അത് രേഖാമൂലമോ അല്ലാതെയോ ഷാഫി പറമ്പിലിന് മുന്നിൽ സ്വന്തം കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പാർട്ടിയെ അറിയിക്കേണ്ട ബാധ്യത ഷാഫി പറമ്പിലിനുണ്ട്. പാർട്ടിയെ അറിയിക്കുക എന്നതോടൊപ്പം തന്നെ ആ വിഷയം എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത്, രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ച് സംസാരിക്കേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ച് സംസാരിക്കുക, കൃത്യമായിട്ട് അത് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്തത്. പക്ഷേ ആ സമീപനങ്ങളൊന്നും തന്നെ ഈ ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടായ ഒരു നടപടി ഷാഫി പറമ്പിൽ കൃത്യമായിട്ട് ഒളിച്ചോടി എന്നുള്ളതാണ് കോൺഗ്രസിനകത്തുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ പിടിച്ചു നിന്ന രാഹുൽ മാങ്കൂട്ടം ആ വോയിസ് കോൾ പുറത്തു വന്നതോടുകൂടിയാണ് പിന്നെ ഗത്യന്തരമില്ലാതെ, അതെ അല്ല ഇന്നലത്തെ കാര്യം ഗത്യന്തരമില്ലാതെ പുറത്ത് പറയേണ്ടി വന്നു. അപ്പോൾ അതുവരെ എങ്ങനെയൊക്കെയോ മെഴുകി നിന്നു. പക്ഷേ പിടിച്ചു നിൽക്കാൻ പിടിവള്ളി ഇല്ലാതെ പോയത് ആ ഓഡിയോ കോൾ പുറത്തു വന്നപ്പോഴാണ്. അപ്പോൾ ആ ഓഡിയോ സന്ദേശം പുറത്തു വന്ന സമയത്ത് പിന്നീട് ഷാഫി തീരുമാനിച്ചു, എന്നാൽ പിന്നെ ഇനി ഞാൻ മിണ്ടുകയേ വേണ്ട, മുങ്ങിക്കളയാമെന്ന് കരുതിയിട്ട് അതുവരെ ദില്ലിയിലെ സ്വന്തം ഫ്ലാറ്റിലുണ്ടായിരുന്ന ഷാഫി പറമ്പിൽ അവിടെ നിന്ന് നേരിട്ട് ബീഹാറിലേക്ക് പോവുകയാണ്. പക്ഷേ ഷാഫി പറമ്പിലിൻ്റെ വീടിന് പുറത്ത് ദില്ലിയിലെ മാധ്യമപ്രവർത്തകർ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ അവരോട് ആരും തന്നെ പ്രതികരിക്കാതെ, ഫോണിൽ വിളിച്ചവരോട് പോലും പ്രതികരിക്കാതെ കണ്ണുവെട്ടിച്ച് മുങ്ങി എന്നുള്ളതാണ്. അതൊക്കെ മുങ്ങും ഷാഫി. ഷാഫി അവിടെ നിന്ന് നേരെ ബീഹാറിലേക്ക് പോയി. അതായിരിക്കും രാഹുലിനും പഠിപ്പിച്ചു കൊടുത്തത്, മുങ്ങുക, ഇനി ബീഹാർ ഇലക്ഷൻ കഴിയാതെ ഷാഫി പറമ്പിൽ കേരളത്തിലേക്ക് വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ പല നേതാക്കളും ഷാഫി പറമ്പിലിനോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അന്നത്തെ ഈ പരാതികളൊന്നും തന്നെ പാർട്ടിയെ അറിയിച്ചില്ല
ഇത് ഇത്ര വലിയ നാണക്കേടിലേക്ക് പോകാൻ നീയും കൂടെ അതിന്റെ ഉത്തരവാദിയാണ് എന്ന് ഷാഫി പറമ്പിൽ അതുകൊണ്ട് തന്നെ പ്രതിരോധത്തിലായി. അപ്പോൾ ഒരു നേതാക്കളെയും ആരെയും കാണാൻ, അങ്ങനെയാണെങ്കിൽ ഷാഫിയും പാർട്ടിക്ക് പുറത്താക്കണ്ടേ? ഷാഫിക്കെതിരെ പാർട്ടി നടപടികൾ വരണം. അതെ, പുറത്താക്കലല്ല, പാർട്ടി നടപടി ഉണ്ടാവണം ഷാഫിക്കെതിരെ. ഇപ്പം KPCCയുടെ വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനം ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ, അറിഞ്ഞുകൊണ്ട് കുറെ പെൺകുട്ടികളെ ചതിക്കാൻ ഷാഫിയും കൂട്ടുനിന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ജനപ്രതിനിധിയായി ഇരിക്കേണ്ട പിന്നെ കാര്യം ഷാഫി പറമ്പിലുണ്ടോ? അതല്ല, അത് പറയാൻ പറ്റില്ല. കാരണം അത് പോലീസ് കേസ് തുടങ്ങിയ ഗുരുതരമായ കേസും കാര്യങ്ങളൊക്കെ വന്ന് എന്തുകൊണ്ടാണ് രാഹുൽ രാജിവെക്കാത്തത്? രാഹുലിനെതിരെ പെൺകുട്ടി പോലീസ് കേസ് കൊടുത്തിട്ടില്ലല്ലോ. പോലീസ് കേസ് വന്നു കഴിഞ്ഞാൽ രാഹുലിനോട് സ്വാഭാവികമായിട്ടും KPCC പറയും അത് രാജിവെക്കേണ്ടി വരും എന്നുള്ളത്. ഇപ്പോഴും പല നേതാക്കൾ രാഹുലിനോട് രാജി ആവശ്യപ്പെടാതിരിക്കുന്നത് പോലീസ് കേസ് വരാത്തത് കൊണ്ടാണ്. ഇത് ഇപ്പം മാധ്യമങ്ങളിലൂടെയുള്ള പരാതി കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ പറഞ്ഞിരുന്നു, എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിരുന്നു എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ പറഞ്ഞ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ വിഷയം മുഴുവൻ ചർച്ച വരുന്നത്. ഒരു പോലീസ് കേസ് വരാത്തത് കൊണ്ടാണ് ഒരു പെൺകുട്ടി പോലീസ് കേസ് കൊടുക്കണം. പോലീസ് കേസ് വന്നു ഇന്നലെ, അതായത് ഈ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചല്ല, ഒരു പരാതിയിലാണ് കേസ്. അല്ല, ഇന്ന് മറ്റേ റേപ്പ് ചെയ്യുമ്പോൾ എനിക്ക് നിന്നെ സെക്സ് ചെയ്യണമെന്ന് പറഞ്ഞു അവന്തിക ഇന്ന് കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ഇന്നലെ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിൽ അന്വേഷണം വരും. പിന്നെ അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷന് പരാതി പോയിട്ടുണ്ട്. അങ്ങനെ നിരവധി പരാതികൾ പോയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഈ പെൺകുട്ടിയാണ് കേസ് കൊടുത്തിരുന്നതെങ്കിൽ, പെൺകുട്ടിയുടെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും MLA സ്ഥാനം രാജിവെക്കാനുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് രാഹുൽ മാങ്കൂട്ടം പോകും. പക്ഷേ സ്ഥാനം രാജിവെക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇനി കുറച്ച് ചുരുങ്ങിയ നാളുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഇനി അവിടെ ഉപതെരഞ്ഞെടുപ്പും കാര്യങ്ങളൊന്നും വരില്ല എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ രാജിവെക്കാനുള്ള സാധ്യത കുറവ്. പക്ഷേ കോൺഗ്രസിന് പാർട്ടിയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം. ഇപ്പോഴൊന്നല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പല പെരുമാറ്റങ്ങളും, ഇപ്പോൾ PV അൻവറിനടുത്ത് രാത്രി മുണ്ടിട്ട് പോയി ചർച്ച നടത്തിയെന്ന് പറഞ്ഞ സാധനം വരെ ഞങ്ങളൊരു യുവ MLA ഏൽപ്പിച്ചിട്ടില്ല എന്ന് VD സതീശൻ മാധ്യമങ്ങളോട് പറയേണ്ടി വരുന്നത് വരെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചില ചെയ്തികളെല്ലാം തന്നെ പാർട്ടിക്ക് ദോഷകരമായിട്ട് വരുന്നു എന്ന് മനസ്സിലാക്കി കൊടുത്തതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിൽ കൃത്യമായിട്ട് എതിർ ശബ്ദങ്ങളെ ഗണ്ണിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തികൾ കാരണം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോയി എന്നുള്ളതൊരു വസ്തുതയാണ്. അദ്ദേഹത്തിന് അത് തിരുത്താൻ പറ്റുമായിരുന്നു നേരത്തെ എങ്കിൽ, ഇനിയല്ല, നേരത്തെ തിരുത്താൻ പറ്റുമായിരുന്നു. അല്ല, എത്രയെന്നും പോലെ തിരുത്തും? 1 2 ആണെങ്കിൽ തിരുത്താം, വിരലിനെണ്ണാവുന്നതാണെങ്കിൽ തിരുത്താം. അല്ലാത്തതൊക്കെ എന്തെടുത്ത് വെച്ച് തിരുത്താനാണ്? ഇപ്പം ഇന്ന് രാവിലെ ഒരു പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് പിന്നെ 2023 മുതൽ തുടങ്ങിയ ബന്ധമാണ്. അപ്പോൾ റൂമിലേക്ക് ആദ്യം പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറയും, അവിടെ എത്തുമ്പോൾ പറയും പുറം സുരക്ഷിതമല്ല, എന്നെ ഒരുപാട് പേർക്ക് തിരിച്ചറിയാൻ കഴിയും, അതുകൊണ്ട് സുരക്ഷിതമല്ല, അതുകൊണ്ട് റൂം എടുക്കാം. അങ്ങനെ റൂമിലേക്ക് കൊണ്ടുപോകും. സെക്സ് കഴിഞ്ഞ ഉടനെ പറയുന്നത് എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ കഴിയില്ല, കാരണം ഞാൻ ഒരിക്കലും അവൈലബിൾ ആവില്ല നിനക്ക്, ഞാൻ ഈ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോകുന്ന ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ചാലും ആ കുഞ്ഞിനോടൊപ്പം എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ കളിക്കാനുള്ള സമയമില്ല, ഈ സെക്സ് ചെയ്യാൻ മാത്രമാണ് ഞാൻ അവൈലബിൾ, അല്ലാത്ത സമയത്തൊക്കെ ഞാൻ വലിയ തിരക്കിലാണ്, അതുകൊണ്ട് എനിക്ക് നിന്നെ പോറ്റാൻ കഴിയില്ല, ഇനി നീ ഇതാരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഈ പല പെൺകുട്ടികളുടെയും ജീവിതാവസ്ഥ മുതലെടുത്തുന്ന പെൺകുട്ടി റിപ്പോർട്ടറിനോട് പറയുന്നതാണ്, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഇയാൾ മുതലെടുത്തുകൊണ്ടാണ് എന്നെ പീഡിപ്പിച്ചത് എന്നാണ്. കാരണം ഒരിക്കലും ഞാൻ പരാതിപ്പെടില്ല, ഞാൻ പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞത് ഐ ഡോണ്ട് കെയർ. ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യനെ, ഹൂ കെയേഴ്സ് ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യനോട് എന്ത് പറയാൻ, എന്ത് നടപടി സ്വീകരിക്കാൻ?